തെരഞ്ഞെടുപ്പ് ചൂടും പൊതുവെ അന്തരീക്ഷത്തിന്റെ കാലാവസ്ഥയിലെ ചൂടുമൊക്കെ ഇരിക്കുന്നതിനിടയിൽ ഒരു കൗതുക വാർത്തയിലേക്ക് പോകാം. അത്തരം ചൂടൻ വാർത്തകളിൽ നിന്ന് ഒരല്പം മാറി ഒരു കൗതുക വാർത്ത. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യരെക്കാൾ മുമ്പ് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് മൃഗങ്ങൾ എന്ന് പണ്ട് മുതലേ പലരും പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. കാലാവസ്ഥ നിരീക്ഷകർ പ്രവചിക്കുന്നതിന് മുൻപ് തന്നെ ഭൂകമ്പവും അതുപോലെ വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നത് മൃഗങ്ങൾ അവരുടെ അസ്വാഭാവിക പെരുമാറ്റങ്ങളിലൂടെ പണ്ടുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുമായിരുന്നു എന്ന് നമുക്കൊക്കെ കേട്ടുകേൾവിയുണ്ട്. അത്തരത്തിൽ കഴിവുകളുള്ള ഒരു പൂച്ച, ആ പൂച്ചയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഈ പൂച്ചയുടെ പേരും രസകരമാണ്. ഓസ്കാർ എന്നാണ് ഈ അത്ഭുത പൂച്ചയുടെ പേര്. 2005 6 മാസം പ്രായമുള്ള ഓസ്കാറിനെ അമേരിക്കയിലെ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് ദത്തെടുക്കുന്നത്. സാധാരണ പൂച്ചകളെ പോലെ അല്ല ഓസ്കാർ. അവനിൽ പല സ്പെഷ്യാലിറ്റീസും നഴ്സിംഗ് ഹോമിലെ അന്തേവാസികൾ കണ്ടെത്തി. അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ സ്റ്റിയർ ഹൗസ് നഴ്സിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ തെറാപ്പി കാറ്റുകളിൽ ഒന്നായിരുന്നത്രേ ഈ ഓസ്കാർ. മറവി രോഗം, പാർക്കിൻസൺ തുടങ്ങിയവ ബാധിച്ച ഒരുപാട് രോഗികളാണ് ഈ ആശുപത്രിയിൽ ചികിത്സിക്കപ്പെടുന്നത്. ഈ രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന വിഭാഗത്തിലായിരുന്നു നമ്മുടെ ഓസ്കാർ എന്ന പൂച്ചയുടെ ജോലി. ആരുമായും വളരെ വേഗത്തിൽ ഇണങ്ങും. ഓസ്കാറിന്റെ സാന്നിധ്യം അവിടുത്തെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഭയങ്കര ആശ്വാസമായി. പക്ഷേ ഏതെങ്കിലും രോഗിയുടെ അടുത്ത് നിന്ന് ചുരുണ്ടുകൂടി കിടന്ന് ഓസ്കാർ ഉറങ്ങിയിട്ടുണ്ടോ ഉറപ്പിക്കാം, അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ രോഗി മരിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു ആ ചുരുണ്ടുകൂടി കിടപ്പ്. ആശുപത്രിയിലെ രോഗികൾ എപ്പോൾ മരിക്കുമെന്ന് ഡോക്ടർമാർക്ക് പറയാൻ സാധിക്കുന്നതിന് മുന്നേ ഓസ്കാറിന് ഇത് കൃത്യമായി എങ്ങനെ അറിയാം? മരണമടുത്ത ഒരു രോഗിയുടെ ശരീരത്തിലെ മൃതകോശങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന രാസവസ്തുക്കൾ മണത്തറിയാൻ ഓസ്കാർ എന്ന ഈ പൂച്ചയ്ക്ക് സാധിച്ചിരുന്നു എന്നാണ് ചില ഗവേഷകർ പറയുന്നത്. അതിനാലാണത്രേ ഓസ്കാർ മരണത്തോടടുക്കുന്ന ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ അടുത്ത് വന്ന് കിടക്കുകയും പ്രത്യേക അടുപ്പം കാട്ടുകയും ഒക്കെ ചെയ്തത്. 2005 ഓസ്കാർ ഈ ആശുപത്രിയിൽ എത്തിയത്. ഓസ്കാർ ആശുപത്രി വാർഡിൽ എത്തിയതിന് 6 മാസത്തിന് ശേഷമാണ് ഓസ്കാറിനുള്ള ഈ വിചിത്ര കഴിവ് ഡോക്ടർമാർ നോട്ടീസ് ചെയ്യുന്നത്. അതേസമയം ഓസ്കാറിന്റെ പ്രവചനം എല്ലാം ശരിയില്ലെങ്കിലും ഏകദേശം 100ഓളം പേരുടെ മരണം കൃത്യമായി ഓസ്കാർ പ്രവചിച്ചതായാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം തികച്ചും യാദൃശ്ചികമാണ് എന്ന് വാദിക്കുന്നവരും കുറവല്ല. 2022 ഫെബ്രുവരി 22 17ാമത്തെ വയസ്സിൽ ഓസ്കാർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പൊതുവെ ആരോടും അടുത്ത് ഇടപഴകാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു പൂച്ചയായിരുന്നു ഓസ്കാർ. ശാന്തമായി കിടന്നുറങ്ങുന്നതാണ് പതിവ്. എന്നാൽ ഏതെങ്കിലും ഒരു അന്തേവാസിയുടെ കിടക്കയിൽ ഓസ്കാർ കയറിയാൽ, അവരെ ആലിംഗനം ചെയ്താൽ, അവരുടെ അടുത്ത് ചുരുണ്ടുകൂടി കിടന്നാൽ ഒക്കെ ആ അന്തേവാസി മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കുന്നത് പതിവായി. എന്തായാലും 20 തവണ തുടർച്ചയായി ഇത് സംഭവിച്ചപ്പോഴാണ് ഒരാൾ മരിക്കാൻ പോകുന്ന സമയത്ത് ഓസ്കാർ അറിയുമെന്ന് ഈ ആശുപത്രിയിലുള്ളവർ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഇതേക്കുറിച്ച് പഠനം നടത്തി പല ഗവേഷകരും വിശദീകരിച്ചത് നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യ ശരീരത്തിലെ മൃതകോശങ്ങൾ പുറത്തുവിടുന്ന ബയോ കെമിക്കലുകൾ ശ്വസനത്തിലൂടെ തിരിച്ചറിയാനുള്ള ശേഷി പൂച്ചയ്ക്കുണ്ടാകുമെന്നാണ്. ഈ വിവരം പുറത്തു വന്നതോടെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ ആരോഗ്യ ഗവേഷകനായ ഡോക്ടർ ഡേവിഡ് ദോസ നഴ്സിംഗ് ഹോമിലെ അധികൃതരുമായി സംസാരിച്ചു. ഓസ്കാറിന് പുറം ലോകത്തേക്ക് വരാൻ ഇഷ്ടമില്ല, എപ്പോഴും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, കട്ടിലിനടിയിലോ അല്ലെങ്കിൽ ആളുകളുടെ തിരക്കില്ലാത്ത സ്ഥലത്തായിരിക്കും ഒക്കെ ഇരിക്കുന്നത്. എന്തായാലും മരണത്തോടടുക്കുന്ന രോഗികളുടെ ശരീരത്തിലുള്ള ഈ ബയോ കെമിക്കൽസ് ശ്വസിക്കാൻ ഓസ്കാറിന് കഴിവുണ്ടോ എന്ന് കണ്ടെത്താൻ പല പഠനങ്ങളും നടന്നു. കഴിഞ്ഞ വർഷം ഈ ഓസ്കാറും മരിച്ചു. 2022 100ഓളം മരണങ്ങൾ പ്രവചിച്ചു. ചിലർ അവനെ മരണത്തിന്റെ മാലാഖ എന്നും മറ്റു ചിലർ വെറും മാലാഖ എന്നും വിശേഷിപ്പിച്ചു. എന്തായാലും ഓസ്കാർ എന്ന ആ പൂച്ചയുടെ ഒരു കഴിവ് ആ ആശുപത്രിയിലെ അന്തേവാസികളെ ഒക്കെ എപ്പോഴും ഞെട്ടിപ്പിച്ചിരുന്ന ഒരു സംഗതി തന്നെയാണ്. ഇതുപോലെയുള്ള ഒരുപാട് സവിശേഷമായ കഴിവുകളുള്ള മിണ്ടാപ്രാണികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത. ന്യൂസ് ഡെസ്ക് കർമാനസ്.